നഷ്ടപരിഹാരം നാളെ നൽകുമെന്ന് അറിയിക്കാൻ DFO. 4 ആടുകളെ കടുവാകുന്ന കുടുംബങ്ങൾക്കാണ് നഷ്ടപരിഹാരം. വെറ്റിനറി ഡോക്ടർ പരിശോധിക്കും, അതിനുശേഷമാണ് നടപടി. അക്കൗണ്ടിലേക്ക് പണം നൽകും. എന്തായാലും ആ നാട്ടുകാർക്കിടയിൽ ഉള്ള ഒരു ആശങ്ക, അത് പ്രതിഷേധമായി പതിയെ രൂപപ്പെടുന്നുണ്ട്. അതിപ്പോൾ തൽക്കാലം കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വാക്തർക്കം എന്ന നിലയ്ക്കാണ് പുറത്തു വരുന്നതെങ്കിലും കടുവയെ പിടികൂടാൻ ഇനിയും വൈകുകയാണെങ്കിൽ ആ പ്രതിഷേധം കുറച്ചുകൂടി ശക്തമാകാൻ ഇടയുമുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്ന്. സുർജിത്ത്, ഒരു പുതിയ ഒരു ബി പ്ലാൻ ഉണ്ടോ വനം വകുപ്പിന്റെ കയ്യിൽ? ഈ ആടുകൾ നഷ്ടപ്പെട്ട 4 കുടുംബങ്ങൾക്കും വേഗത്തിൽ തന്നെ ധനസഹായം ലഭ്യമാക്കാനുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നുള്ള ഉറപ്പാണ് DFO അജിത് കെ രാമൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. നാളെ തന്നെ അക്കൗണ്ടുകളിൽ പണമെത്തും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടറുടെ പരിശോധന ഇന്ന് തന്നെ, ആ പരിശോധനയ്ക്ക് ശേഷം ആ നടപടികൾ വേഗത്തിലാക്കുമെന്നുള്ള ഉറപ്പ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ചില തർക്കങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയമായ തർക്കങ്ങളാണ്. അത്തരത്തിലുള്ള തർക്കങ്ങൾ അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായി. കർഷക കോൺഗ്രസിൻ്റെ ചില പ്രതിനിധികൾ ഇവിടേക്ക് എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അവർ സർക്കാരിനെയും ഈ വനംവകുപ്പിൻ്റെ നടപടികളെയും വിമർശിക്കുന്ന തരത്തിലേക്ക് പ്രതികരണം വന്നു. അതിൻ്റെ തുടർച്ചയായി അതിൽ ഇടപെട്ടുകൊണ്ട് CPIM DYFI പ്രവർത്തകരും എത്തി. അമരക്കുനി പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ അതിനെതിരെ വലിയ നിലപാടെടുത്തുകൊണ്ട്, കാരണം ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരമാവധി അവർ ജോലി നിർവഹിക്കുന്നുണ്ട്, ആ നടപടി ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ രംഗത്തെത്തിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള തർക്കമുണ്ടായി. ആ തർക്കം പരിഹരിച്ചു, പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇത് DFOയും ഒപ്പം തന്നെ ചിതലത്ത് റേഞ്ച് ഓഫീസർ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ആ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ നടപടിയിലേക്ക് രാത്രിയിലും സമാനമായ രീതിയിൽ തന്നെ പട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും വനം വകുപ്പ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം രാത്രിയിലും ഇതുപോലെ തന്നെ പകൽ എങ്ങനെയാണോ തെരച്ചിൽ നടക്കുന്നത് ആ നിലയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള തരത്തിലുള്ള നിലപാടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ ഒരു നാട്ടുകാരുമായി വിശദമായി സംസാരിച്ചു, ആളുകളുടെ പ്രതികരണം തേടി. അതിനുശേഷം ആണിപ്പോൾ DFO ഇവിടെ നിന്നും മടങ്ങുന്നത്. അങ്ങനത്തെ ഒരല്പസമയം മുമ്പ് ഒരു നേരിയ സംഘർഷാവസ്ഥ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. പക്ഷേ നിലവിൽ പ്രശ്നങ്ങളില്ല. സാർ, നാട്ടുകാരെ വിശദമായി സംസാരിച്ചു. പ്രശ്നം ഇല്ല, കോമ്പൻസേഷൻ കൊടുക്കാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാളെ തന്നെ ഈ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ആട് നഷ്ടപ്പെട്ട 4 കുടുംബങ്ങൾക്ക് നൈറ്റ് പകൽ എന്നുള്ള ഒരു വ്യത്യാസമില്ല. നമുക്ക് ഓൾറെഡി മയക്കോടി വെക്കാനുള്ള ഓർഡർ ഉണ്ട്. അത് രാത്രി പകൽ ഭേദമേന്യേ എപ്പോഴാണോ കണ്ടു കിട്ടുന്നത് അത് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അവരെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. പൂർണ്ണമായും നാട്ടുകാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ദൗത്യം തന്നെയാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി രാത്രിയിലും രാപ്പകൽ ഭേദമില്ലാതെ തന്നെ ഈ ദൗത്യം തുടരും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നാളത്തെ നഷ്ടപരിഹാരം നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്.